കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരു വലിയ ആത്മീയ സത്യം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിതാണ്, ലോകത്തിന് ഭൗതിക ലോകത്തിന്മേലുള്ള സ്വാധീനം. ഇൻഫ്ലുവൻസ് ഓഫ് ദ സ്പിരിച്വൽ വേൾഡ് ഓൺ ദ ഫിസിക്കൽ വേൾഡ്. ഒരു വിശ്വാസിയെക്കുറിച്ച്, ക്രിസ്തുവിൽ വിശ്വസിച്ച, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വളർന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ആത്മീയരാണ്. ആത്മീയൻ എന്നാണ് അവരെക്കുറിച്ച്. സ്പിരിച്വൽ മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാണാത്ത ലോകമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചത് എബ്രായ ലേഖനം 11 അധ്യായം 2 വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഈ ദൃശ്യമായ ലോകം ഉളവായിട്ടുള്ളത് അദൃശ്യ ലോകത്തിൽ നിന്നാണ്. എന്നിട്ട് പറയുന്നത്, നാം അറിയുന്നല്ലോ ദൈവവചനത്താലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഉണ്ടാകട്ടെ, ഉളവാകട്ടെ എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവശക്തി, അത് ഘനീഭവിച്ചതാണ് നാം കാണുന്ന ഈ മെറ്റീരിയൽ വേൾഡ്. ഇത് ഒരു വലിയ തിരിച്ചറിവാണ്. എന്നാൽ ഈ ആത്മമണ്ഡലത്തിൽ 2 ശക്തികളുണ്ടെന്നുള്ളത് കൂടെ നമ്മൾ അറിയണം. ഈ ആത്മമണ്ഡലത്തിൻ്റെ പുറകെ പോകുമ്പോൾ, സ്പിരിറ്റ് വേൾഡിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയും വഞ്ചിക്കപ്പെടാം. ആത്മലോകത്ത് 2 ശക്തികളുണ്ട്. ആ ആത്മലോകത്തിൻ്റെ നന്മയുടെ ഒരു ഭാഗമുണ്ട്. ആ നന്മയുടെ ലോകത്തിൻ്റെ മൂർത്തിയാണ് ദൈവം, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പരമേശ്വരൻ. ആ ദൈവം ഈ ഭൗതിക ലോകത്തിലേക്ക് താൻ സ്വയം ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യം, അതായത് യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച്. തുടർന്ന് എൻ്റെ 14 വാക്യത്തിൽ പറയണം, ആ വചനം ജഡമായി തീർന്നു. ദൈവവചനം, ദൈവമായവൻ, അവൻ ജഡമായി തീർന്നു. വേറെടുത്ത് മാംസം ധരിച്ചു. നമ്മൾ ഈ കാണുന്ന ശരീരം ഒരു വസ്ത്രം മാത്രമാണ്, അതിനെ ധരിക്കുകയാണ് എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. നമ്മളും, ഞാൻ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ഓർപ്പിച്ചല്ലോ, നമ്മളുമൊക്കെ അതുപോലെ തന്നെയാണ്. ഈ ശരീരം നമ്മൾ ധരിച്ചിരിക്കുന്നേ ഉള്ളൂ. പത്രോസ്ലീഹായുടെ വാക്കുകളിൽ, എൻ്റെ ഈ മൺകൂടാരം ഒഴിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു. അതെ, നമ്മളും ഒരാത്മാവ് തന്നെയാണ്. നമുക്കൊരു സ്പിരിച്വൽ സൈഡുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ ഒരു പ്രിയ വ്യക്തി ലോകം വിട്ടു പോകുമ്പോൾ, മരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നത്, ആ ആൾ നമ്മളെ വിട്ടു പോയി. അപ്പോൾ ആ ശരീരത്തെ നമ്മൾ ആ വ്യക്തിയായിട്ട് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആ ശരീരത്തിൽ വാസം ചെയ്ത ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം അതൊരു സ്പിരിറ്റാണ്. യേശു തന്നെ ഓർപ്പിച്ചു, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ ഈ മലയിലുമല്ല ജെറുസലേമിലുമല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്. അപ്പം ആ ആത്മാവായ ദൈവം സ്വന്തം സാദൃശ്യത്തിൽ ഒരാത്മാവായി, ആത്മാവാണ് ശക്തിയുള്ളത്, ആത്മലോകമാണ് കൂടുതൽ പവർഫുൾ. ആത്മലോകത്തു നിന്നാണ് ഭൗതിക ലോകം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ എന്തു ചെയ്യാം, മനുഷ്യൻ പാപം ചെയ്ത് ദൈവ ബന്ധത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ ആത്മലോകത്തോട്ടുള്ള അവൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു. ഒരു ചരട് പൊട്ടിയ പട്ടം പോലെയായി. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോണിന് അതിൻ്റെ ടവറുമായി, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഏത് സിം കാർഡാണോ ഇട്ടിരിക്കുന്നത്, ആ സിം കാർഡ് അതിനകത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ മൊബൈൽ പ്രൊവൈഡറുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ ഫോൺ ചത്തതാണ്. അതിനകത്ത് ബാറ്ററി ഉണ്ട്, അതിന് പ്രകാശം വരുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അതിൻ്റെ ആ പ്രൊവൈഡറിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുന്നില്ല. ഇതുപോലെയാണ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്.
ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവ തേജസ് അവനെ നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് അവന് ആ ശരീരത്തിൻ്റെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. അവന് ഭക്ഷണം കഴിക്കണം, അവൻ്റെ ഈ ലോകത്തെ അവൻ്റെ ആവശ്യങ്ങൾ ഉണ്ണാനും ഉടുക്കാനും മറ്റ് അവൻ്റെ സുഖങ്ങളും മാത്രം ആകുന്ന ഒരു ലോകത്തേക്ക് അവൻ ചുരുങ്ങിപ്പോവുകയാണ്. അല്പം സന്തോഷം കിട്ടിയാൽ, അല്പം ജടിക ഉല്ലാസം കിട്ടിയാൽ അവൻ തൃപ്തിപ്പെടുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ വേൾഡ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു. ഒരു വലിയ തത്വചിന്തകൻ്റെ വാക്കുകളാണിത്. ദർ ഇസ് എ ഗോഡ് ഷേപ്ഡ് വാക്വം ഇൻ എവ്രി മാൻസ് ഇന്നർ ബീയിങ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ദൈവത്താൽ മാത്രം നിറയ്ക്കപ്പെടാൻ കഴിയുന്ന ഒരു ശൂന്യതയുണ്ട്. ഒരു മനുഷ്യൻ എത്ര പണം സമ്പാദിച്ചാലും, ഒരു മനുഷ്യൻ എത്ര പ്രസിദ്ധിയുടെ കൊടുമുടിയിൽ ചെന്നാലും, ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിച്ചാലും പിന്നെയും ഒരു ശൂന്യത. ആ ശൂന്യത ദൈവത്തിൽ നിന്നപ്പോൾ അവനുണ്ടായതാണ്. അതാണ് ആത്മാവെന്ന് പറയുന്ന ഭാഗം. ആ ആത്മാഭാഗത്തെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് ദൈവം തൻ്റെ ജീവനെ വീണ്ടും ഈ ഭൂമിയിലേക്ക് അയക്കുക മനുഷ്യരൂപത്തിൽ. അതാ യേശു. അല്ലാതെ യേശു ഒരു മതത്തിൻ്റെ ദേവനല്ല. യേശു പറഞ്ഞു, ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവ് വീണ്ടും സജീവമാകുക എന്നർത്ഥം. ദൈവബന്ധത്തിലേക്ക് വരിക. അതിന് മാനവജാതിയുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ മനുഷ്യനും ദൈവവുമായ ഒരാൾ വന്നു. അതത്ര യേശു ക്രിസ്തു. അല്ല, ഒരു മതത്തിലേക്കല്ല നമ്മൾ ചേരുന്നത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോയാൽ ആ അനുഭവം കിട്ടില്ല. സ്വർഗീയവിരുന്നിൽ വന്നതുകൊണ്ടും ആ ഒരു അനുഭവം കിട്ടില്ല. ക്രിസ്തു ആകുന്ന ദൈവജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തോട് വീണ്ടും റീകണക്റ്റഡ് ആകുകയാണ്. മരണമെന്ന് പറയുന്നതും വാസ്തവത്തിൽ തിരുവചനം പഠിക്കുമ്പോൾ ശാരീരിക മരണത്തെ മരണമെന്ന് പോലും അല്ല പറയുന്നത്, നിദ്രയെന്നാണ് പറയുന്നത്. ദൈവമായിട്ട് ഉള്ള ബന്ധം നഷ്ടപ്പെട്ടത് പാപം ചെയ്തപ്പോൾ മനുഷ്യന് സംഭവിച്ചത്, അവൻ്റെ ഊണിൻ്റെ കാര്യവും ഉറക്കത്തിൻ്റെ ആഹാര നിഹാര ഇത്യാദി കാര്യങ്ങൾ മാത്രം, അവൻ്റെ ജഡിക സുഖങ്ങൾ വെറും മൃഗത്തെ പോലെ. അതുകൊണ്ടാണ് മൃഗീയ സ്വഭാവങ്ങൾ ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നത്. അവൻ എന്തിനും വേണ്ടി എന്തും ചെയ്ത് കളയുന്ന, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നിലയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുക. കാരണം അവനറിയില്ല, ഞാനൊരു സ്പിരിച്വൽ ബീയിങ് ആണ്, ഞാനൊരു ആത്മ ജീവിയാണ്, ഞാൻ ഈ ലോകം കൊണ്ട് തീരുന്നവനല്ല. ആ ആത്മമണ്ഡലത്തിലെ ആ നന്മ നമുക്ക് തരാനാണ് ക്രിസ്തുവിനെ അയച്ചത്. അപ്പം മരണമെന്ന് പറഞ്ഞാൽ ഈ ബന്ധമില്ലാത്ത അവസ്ഥയാണ്. ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുമോ? ദൈവത്തെ ഇപ്പം നമുക്ക് ആർക്കറിയാം? എന്തോ ആത്മീയം, മരണത്തിനപ്പുറം എന്താ എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്താഗതിയുമില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ലോകവുമായി ദൈവവുമായി നമ്മുടെ സൃഷ്ടിതാവുമായി നമ്മൾ ബന്ധമറ്റു. അതിനെയാണ് മരണമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആദ്യ പിതാവായ ആദമിനോടും ഹവ്വയോടും ദൈവം പറയുകയാണ്, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അവർ ശരീരത്തിൽ മരിച്ചില്ല, പക്ഷേ ഉള്ളിലെ ബന്ധം വിട്ടുപോയി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2 അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തു മുഖേന വീണ്ടും ജീവിപ്പിച്ചു. വീണ്ടും റീകണക്റ്റഡായി എന്നർത്ഥം. മരണമെന്ന വാക്ക് അതാണ് അർത്ഥമാക്കുന്നത്. ഒരു സഭയെക്കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകകാരൻ പറയുകയാണ്, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവന് എന്ന് പറഞ്ഞാൽ പുറമേ ശരീരത്തിൽ ജീവനുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിമ്മില്ലാത്ത ഒരു മൊബൈൽ ഫോൺ പോലെയാണ്, എല്ലാമുണ്ട്. പക്ഷേ അതിന് ദൈവബന്ധമില്ല. ആ ദൈവബന്ധം മടക്കിത്തരാനാണ് ക്രിസ്തു വന്നു. ആ ദൈവം നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ തൃപ്തി വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആത്മലോകത്തിലെ ആ നന്മയുടെ ഒരു ഭാഗമുള്ളപ്പോൾ തന്നെ തിന്മയുടെ ഒരു ഭാഗമുണ്ട്. അതാണ് എല്ലാ മതവിശ്വാസികളും അതിനെ പറയുന്നത് സാത്താൻ, പിശാച്, ദുരാത്മാക്കൾ എന്നൊക്കെ പറയുന്ന ഒരു ഈവിൾ വേൾഡുണ്ട്. ഈ ഈവിൾ വേൾഡിൻ്റെയോ ഈ നല്ല വേൾഡിൻ്റെയോ ഒരു സ്വാധീനത്തിലാണ് മനുഷ്യനായിരിക്കുന്നത്. പലപ്പോഴും ഇതൊന്നും എന്നെ തൊടത്തില്ല, എനിക്കൊന്നും വിശ്വാസമില്ലെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ, ആത്മലോകത്ത് നിന്ന് ഈ ഭൗതിക ലോകത്ത് വന്നപ്പോൾ കർത്താവ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം ഈ ആത്മലോകത്തെ മറനീക്കി കാണിച്ചു എന്നുള്ളതാണ്.
യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി. ക്രിസ്തുവിന് മുമ്പുള്ള ചില പ്രവാചകന്മാരും രോഗസൗഖ്യം നടത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചു. പഴയ നിയമകാലത്തും കലത്തിലെ മാവ് വർദ്ധിക്കുന്ന അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. യേശുക്രിസ്തു മറ്റ് ചില വീര്യപ്രവർത്തികൾ ചെയ്തു. വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു. ഇതുപോലെയൊക്കെ പറയുമ്പോൾ പ്രവാചകന്മാർ വെള്ളത്തിൽ മുങ്ങിത്താണ് പോയ കോടാലി പൊങ്ങി വരാൻ പറഞ്ഞത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ക്രിസ്തുവിന് മുമ്പും കർത്താവുമായി ബന്ധമുണ്ടായിരുന്ന മനുഷ്യരാൽ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു വന്നപ്പോൾ മാത്രം വെളിപ്പെട്ട ഒരു കാര്യമാണ് ആ ദുരാത്മാക്കളെ യേശു തുറന്നു കാട്ടി. യേശുക്രിസ്തുവിനെ കണ്ട മാത്രയിൽ ചില വ്യക്തികളിൽ കുടിയിരുന്ന ദുർശക്തികൾ വെളിപ്പെടുകയാണ്. ദുരാത്മാക്കൾ അലറിക്കൊണ്ട് വെളിയിൽ വന്ന്, ഓ മഹോന്നതനായ ദൈവപുത്ര, ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവെന്ന് ചോദിച്ച് ഒരു ദുരാത്മാവ് ഇളകുന്നതായി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു വന്നപ്പോൾ അതുവരെ മറഞ്ഞിരുന്ന ഇരുട്ടിൻ്റെ ലോകം വെളിപ്പെടുകയാണ്. അതിനു മുമ്പ് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ദൈവസന്നിധി വിട്ട് വീണുപോയത്. അവനെ വഞ്ചിച്ച പിശാച് അങ്ങനെ ഒതുങ്ങി പമ്മി ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. മാത്രമല്ല മനുഷ്യരെയാണ് ശത്രുക്കളായി കണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ പഴി വേറൊരു വ്യക്തിയുടെ മേൽ വെക്കുകയാണ്. പഴയ നിയമത്തിലാണെങ്കിലും യഹൂദരെ കാണുക, അവരുടെ ശത്രുക്കളായി അവർ കണ്ടത് മറ്റ് ഇതര ജനതകളെയാണ്. അങ്ങനെ യഹൂദ ചിന്താഗതിയിൽ മറ്റ് ജനതകളെല്ലാം ശത്രുക്കളാണ്. എന്നാൽ ക്രിസ്തു വന്നപ്പോഴാണ് വെളിപ്പെടുത്തിയത് മറ്റ് ജനതകളോ മനുഷ്യരോ മറ്റു മതങ്ങളോ ജാതിയിലുള്ളവരോ അവരാരുമല്ല നമ്മുടെ ശത്രു. മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു ഈ അധമമായ ഇരുട്ടിൻ്റെ ലോകത്തിൻ്റെ അധിപനായ പിശാചാണ്, സാത്താനാണ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ചിലർ നമുക്കെതിരെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ വ്യക്തി എന്താ, ഇവൻ എനിക്കിട്ട് വേല വെക്കുക, പാര വെക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അയാളെ കൊണ്ടത് ചെയ്യിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് വെളിപ്പെടുത്തിയത് കർത്താവായ യേശുവാണ്. ചിലരിലെ ചില ദുസ്വഭാവങ്ങൾ, ചിലരിലെ ചില സ്വരം മാറ്റങ്ങൾ, അതിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്. അപ്പോൾ നമ്മളും മനസ്സിലാക്കണം, ഈ രണ്ട് ശക്തികളുടെ സ്വാധീനം എന്നിലുണ്ടാകാം. അപ്പോൾ എന്നാൽ മറുവശത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരികയാണ്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ. ആ പാപപരിഹാരം വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിന് മനുഷ്യൻ്റെ ഉള്ളിൽ വാസം ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മളാരും പാപമില്ലാതെ തികഞ്ഞവരായതുകൊണ്ടല്ല, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ശിഷ്യരോട് പറയുകയാണ്, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളിൽ വരില്ല. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, നിങ്ങളെ അവൻ രൂപാന്തരപ്പെടുത്തും. അപ്പം ദൈവം ഒരു ദൈവമേ ഉള്ളൂ. പക്ഷേ ദൈവം മൂന്നാളത്വങ്ങളിലാണ് ദൈവത്തെ നമ്മൾ കാണുന്നത്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ അയച്ചു. ദേ ആർ ഇൻ പെർഫെക്റ്റ് യൂണിറ്റി. അവർ ഐക്യതയുടെ തികവിലാണ്. പിതാവ് പുത്രനെ അയച്ചു. പുത്രൻ പറഞ്ഞു, മാനവജാതിയുടെ പാപം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അപ്പോൾ തന്നെ പുത്രൻ ആ പാപപരിഹാരം വരുത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മലോകത്തെ നന്മയുടെ ലോകം നമ്മുടെ ഉള്ളിൽ വരികയാണ്. പിന്നെ ആ ഭയത്തിൻ്റെയും നിരാശയുടെയും കാപട്യത്തിൻ്റെയും പകയുടെയും പിണക്കത്തിൻ്റെയും ഒക്കെ ശക്തിയുടെ മേൽ ജയമെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഉടനെ സ്വഭാവത്തിൽ പെർഫെക്റ്റ് ആകണമെന്നില്ല. പക്ഷേ വളരെ വ്യക്തമായ ഒരു രൂപാന്തര വ്യക്തിയിൽ സംഭവിക്കും. പക്ഷെ തുടർന്ന് ദൈവവചനത്തിലൂടെ ആ വ്യക്തിക്ക് തിരിച്ചറിയാം ആ ദൈവികമായ കാര്യങ്ങൾ ഏതാണ്. ആ ദൈവികമായ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ വ്യക്തിക്ക് മുൻകാല ജീവിതത്തിലെ എല്ലാ ആ ഇരുട്ടിൻ്റെ സ്വഭാവങ്ങളുടെ മേലും ജയമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലമോ അഥവാ പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ എന്നിലുണ്ടാകുന്ന ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, എൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ, അടക്കുവാൻ ഉള്ള ശക്തി, ഇതെല്ലാം എന്നിൽ വരികയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വരുമ്പോൾ. എന്നാൽ
പിശാച് എൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുമ്പോഴോ എനിക്ക് പക, പിണക്കം, കോപം, നുണ, മദ്യപാനം എന്ന് വേണ്ട എല്ലാ ദുഷിച്ച കാര്യങ്ങളും എന്നിലേക്ക് ആ ശക്തി കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വേദഭാവം വായിക്കാം. ക്രിസ്തു ശിഷ്യന്മാർ തന്നെ ഒരിക്കൽ യേശുവിനോട് പറയുകയാണ്, ചില വ്യക്തികളെ, നമുക്കെതിരായി നിൽക്കുന്ന, നമ്മളെ വഴി നടക്കാൻ അനുവദിക്കാത്ത ഒരു കൂട്ടരെ, ശമര്യക്കാരെ അങ്ങ് തീയിറക്കി നശിപ്പിച്ചു കളയണം. അവരോടുള്ള ക്രിസ്തുവിൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ ഈ ആത്മലോകത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. കാരണം ശമര്യക്കാർക്ക് ജെറുസലേമിനോട് താല്പര്യമില്ല. അതവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം ആത്മലോകത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കർത്താവ് ഇത് പറഞ്ഞു. എന്നെ ഒന്ന് വഴി നടക്കാൻ അനുവദിക്കാഞ്ഞ, എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യം ചെയ്ത വ്യക്തി, ആ വ്യക്തി എനിക്ക് ശത്രുവായിട്ട് എനിക്ക് തോന്നിക്കുന്ന ഒരു ദുരാത്മാവ് ഈ വ്യക്തികളെ സ്വാധീനിക്കുകയാണ്, അവരെ സ്വാധീനിക്കുക, അല്ലെ നമ്മെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ അവൻ്റെ നാശം ഞാൻ കൊതിക്കുക. അപ്പം ഈ ദുഷ്ടശക്തി നമ്മളിൽ വരുമ്പോൾ എല്ലാവരും പറയും, എനിക്ക് ഈ പിശാചിനെയൊന്നും വിശ്വാസമില്ല, ഇതൊന്നും ഉള്ളതല്ല. പക്ഷേ അവൻ്റെ സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെടുകയാണ്. കർത്താവ് തന്നെ ഒരിക്കൽ കർത്താവിൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുകയും അനേകരെ വിടുവിക്കുകയൊക്കെ ചെയ്തപ്പോൾ കർത്താവിനെതിരെ അന്നത്തെ മതനേതാക്കന്മാരായ ചിലർ, യഹൂദ മതത്തിൻ്റെ നേതാക്കന്മാർ വന്നു. അവരെങ്ങനെങ്കിലും കർത്താവിനെ കുടുക്കിൽപ്പെടുത്തി കൊല്ലാൻ അവർ ദുരാലോചന പ്ലാനിട്ടപ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ വായിക്കാം. നോക്കുക, അവർ പുറമേ നോക്കിയാൽ വലിയ മതഭക്തരാണ്, എപ്പോഴും പ്രാർത്ഥന, ദേവാലയത്തിൽ പോകുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ വന്ന സ്വഭാവത്തെ വിവേചിച്ചുകൊണ്ട് കർത്താവ് അവരോട് സംസാരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ് പിശാചിൻ്റെ സ്വഭാവങ്ങൾ. ഒന്ന്, അവൻ കൊലപാതകനാണ്, അവൻ മറ്റുള്ളവരെ കൊല്ലുന്നവനാണ്. 2, ഈസ് എ ലയർ, ഭോഷ്ക് പറയും. അപ്പോൾ ഈ ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന ഓരോരുത്തരുടെയും കാര്യങ്ങളെ വിവേചിക്കുന്നു. പക്ഷേ അവരെ വിവേചിച്ചിട്ട് അവരെ കുറ്റം വിധിച്ച് തള്ളുകയല്ല, പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ടവരെ വിടുവിക്കുന്നൊരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി കേൾക്കാം. ഒന്ന് നമ്മൾ അറിയണം, ആത്മലോകത്തിന് ഭൗതിക ലോകത്തിന്മേൽ സ്വാധീനമുണ്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം, എങ്ങനെ എനിക്ക് ഈ ലോകത്തിന്മേൽ ജയമെടുക്കുക, എന്നിൽ തന്നെയുള്ള പാപ സ്വഭാവങ്ങളുടെ മേൽ വേണ്ടാത്ത കാര്യങ്ങളോ എങ്ങനെ ജയമെടുക്കാം. നമുക്ക് സ്വയം പറ്റത്തില്ല. ആ നന്മയുടെ ലോകത്തിൻ്റെ ആത്മമണ്ഡലത്തിൻ്റെ സർവാധികാരിയാണ്, രാജാധിരാജാവാണ് കർത്താവായ യേശു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചല്ലോ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭരണം അട്ടിമറിച്ച് ഇവിടെ സിംഹാസനമിടാനല്ല യേശു വന്നത്. ആത്മലോകത്തിൻ്റെ അധിപനായ സാത്താനെ നിഷ്കാസിതനാക്കി ക്രൂശിൽ യേശു അവനെ ആയുധവർഗം വെപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്ന് യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ ഒരു മതത്തിലേക്കല്ല ചേരുന്നത്. ആത്മമണ്ഡലത്തിലെ സർവാധിയായ ക്രിസ്തു നമ്മളെ വാഴുമ്പോൾ നമ്മളും വാഴ്ചയുള്ളവരാകും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമം നിങ്ങൾ പറയുമ്പോൾ ദുരാത്മാക്കൾ ഓടിപ്പോവും.
നിങ്ങൾ പാടെ മാറും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്നെനിക്ക് ഉറപ്പുണ്ട്, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകമെങ്ങും ലക്ഷക്കണക്കിന് സ്ഥലങ്ങളിൽ വിടുതലുകൾ സംഭവിക്കും, ബന്ധനങ്ങൾ അഴിയും. അത് തോമസ് ഊട്ടി ബ്രദർ ഇവിടെ ഉള്ളതുകൊണ്ടല്ല, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാക്കൾ വിട്ടുമാറും. ഇന്ന് എനിക്കൊരു പുതിയ ജീവിതം വേണം, എനിക്കും ഒന്ന് നന്നായ കൊള്ളാം, എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് ഒരു ജയാളിയായി മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഒരു മതത്തിലേക്ക് വരണ്ട, ആ രാജാതിരാജാവായ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്കൊന്ന് ക്ഷണിച്ചേ, ഹൃദയ സിംഹാസനം ഒന്ന് വിട്ടുകൊടുത്തേ. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എനിക്കൊരു പുതിയ ജീവിതം തരണമേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് പറഞ്ഞ് ഈ നിമിഷം സംഭവം മാറും. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് മാറ്റം വരിക? ആ മദ്യപാനം മാറണം, ആ പുകവലി മാറണം, ആ കുടുംബജീവിതത്തിൽ എപ്പോഴുമുള്ള വഴക്കും ഒക്കെ മാറണം. ഇതെല്ലാം ആ ആത്മമണ്ഡലത്തിൻ്റെ സ്വാധീനമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിയിരിക്കുകയാണ്, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവിൻ്റെ തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഡ്രഗ് അഡിക്ട്സ് ഇപ്പോൾ ബന്ധനം അഴിയട്ടെ. പുകവലികൾ, അതുപോലെ ആൽക്കഹോളിസം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. വേണ്ടാത്ത ദുഷിച്ച ബന്ധങ്ങൾ, വിട്ടുപോരാൻ കഴിയാതെ പോലെ ബന്ധിച്ചിരിക്കുന്ന അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ പ്രോണോഗ്രാഫിക് അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മാത്രമല്ല, വഴിതെറ്റുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ചില കുഞ്ഞുങ്ങൾ ഈ ഗെയിം കളിച്ച് ഗെയിം അതിന് അഡിക്റ്റഡായി പോവുക. വേറെ ചിലർ ഗാംബ്ലിങ്ങിന് അഡിക്റ്റഡ് ആകുക. വേറെ ചിലർ ചില കാര്യത്തിന് അങ്ങ് അടിമപ്പെടുക. നല്ല കാര്യമെന്ന് പറയുന്നത് തന്നെ അത് തന്നെ ചെയ്ത് അടിമപ്പെടുക. ആ ദുഷ്ടശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിശ്വാസികളുടെ മേലും ഓരോ ഘട്ടത്തിൽ ഈ ദുഷ്ടശക്തികൾ അവരുടെ ജീവിതത്തെ നിരാശയിട്ട്, ഭാരമിട്ട്, ഭയമിട്ടൊക്കെ സ്വാധീനിക്കുമ്പോൾ ആ ശക്തികളിൽ നിന്ന് പൂർണ്ണമായി യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. അപ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാവും. രോഗത്തിൻ്റെയും പുറകിൽ ഒരു ദുരാത്മാ ലോകമുണ്ടെന്ന് യേശു വെളിപ്പെടുത്തി. ആ രോഗാത്മാവുള്ള സ്ത്രീയുടെ മേൽ യേശു കൈവച്ചപ്പോൾ അവളുടെ കൂന് നിവർന്നു വന്നെങ്കിൽ ഇപ്പോൾ അസ്ഥികൾ നേരെ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ദുരാത്മാവിൻ്റെ വ്യാപാരത്തിലുള്ള രോഗശക്തികൾ വിട്ടുമാറട്ടെ. ആ ആർത്രൈറ്റിസ്, ആ ശ്വാസം മുട്ടൽ, ആ ഭയം, ആ കിടന്നാറ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വിടുതലാകട്ടെ. സോറിയാസിസുകൾ സൗഖ്യമാകട്ടെ. അകമയും പുറമേയും വിടുതൽ സംഭവിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സിൽ തൊടുന്ന സ്ഥാനങ്ങളിൽ പരാജയമായി പ്രതിസന്ധികളായി നിൽക്കുന്നവർ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ ആസ്വദിക്കട്ടെ. അനുഗ്രഹിക്കുകയാണ് കർത്താവെ. വിടുവിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഈ ഒരു പഠനം തുടരാം അടുത്ത എപ്പിസോഡുകളിൽ. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ യേശുവിനെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ച് മഹാസന്തോഷം, അതാ ഏറ്റവും വലിയ അനുഗ്രഹം. എന്താണെന്നറിയാമോ? ഈ ദുരാത്മശക്തികൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും നാളെ എന്താവുമെന്നുള്ള ആകുലമാണെങ്കിൽ ക്രിസ്തു എന്ന രാജാവ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം. മതം മാറ്റമല്ല സംഭവിക്കുന്നത്. ഹൃദയത്തിൽ പ്രത്യാശ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ്, പാപത്തിന്മേലുള്ള ജയം. എത്ര സന്തോഷകരമായൊരു ജീവിതമാണ്. കർത്താവ് ആ ജീവിതങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.